ഹലോ. വൈകിട്ട് 5 മണിക്ക് എണീറ്റിട്ടുള്ള ചായ വെപ്പാട്ടോ ഈ കാണുന്നേ. ഇന്ന് ഉറക്കത്തിൽ പെട്ടുപോയിട്ടോ. 4 മണിക്ക് ഇരിക്കുന്നത് 5 മണിക്കാട്ടോ എണീറ്റ്. നമ്മളെ ഇവിടെ പറയാൻ ആരും ഇല്ലല്ലോ, നമ്മളെല്ലാം ഉള്ളത്. പിന്നെ നമ്മൾ നേരെ എണീറ്റ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് എന്നാൽ പിന്നെ ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ പാല് വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് ഇടാറുള്ള കോഫി വെച്ചു കേട്ടോ. റിഷൂട്ടിനെ മേടിച്ച് വെച്ച ചിപ്സാട്ടോ. റിഷൂട്ടൻ ഉറങ്ങുക. റിഷൂട്ട എണീക്കുമ്പോഴേക്കും നമുക്കതിൽ നിന്ന് കുറച്ച് എടുത്ത് ഞെഞ്ഞാലോ എന്ന് പറഞ്ഞ് എടുത്തതാട്ടോ. അപ്പം എനിക്ക് ഈ തിന്നാനൊക്കെ ഈ ചായയിലിട്ടിട്ട് കുതിർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ മിച്ചറ്, ഈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ചായയിലിട്ടിട്ട് കുതിർന്നതിന് ശേഷം വാരി കഴിക്കും കേട്ടോ. അതാട്ടോ ഈ ചിപ്സ് ഇങ്ങനെ മുക്കി മുക്കി കഴിക്കണേ. ഋഷിയൂട്ടൻ ഭയങ്കര ഉറക്കത്തില്ല. ഋഷിയൂട്ടൻ എണീക്കുമ്പോഴേക്കും എല്ലാ പണിയും ക്ലിയറാക്കി ചെയ്യണം. ഋഷിയൂട്ടൻ എണീറ്റതിന് ഒരു പണിയും നടക്കില്ല. പറയുമ്പോഴേക്കും ആൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ആൾ എണീറ്റതും കാണിക്കണം കുറച്ച് കുറച്ച് കുറുമ്പാണ് ഇതൊക്കെ. ആൾ ഉറങ്ങുമ്പോൾ തന്നെ കുറേ ടോയ് ബെഡിൽ ഫുള്ള് അങ്ങ് ഇട്ട് വെച്ചിട്ട് ആൾ കിടന്നിരിക്കണേ. പറഞ്ഞാൽ കേൾക്കാതെ അങ്ങ് ഫുള്ള് അവൻ്റെ ടോയാ. എന്നിട്ട് എണീറ്റതും ആ ഒരു ബൊമ്മയെടുത്ത് ഇങ്ങനെ കടിക്കുക. എന്നിട്ട് വേഗം അവനെ എണീപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിപ്പിച്ചിട്ട് അവനെ കൊണ്ട് പറയാം കേട്ടോ, എല്ലാ ടോയും എടുത്ത് വെക്കി. അതാണ് കേട്ടോ അവൻ്റെ ടോയ് ഇടുന്ന ബോക്സ്. അപ്പോൾ ബോക്സിൽ എല്ലാ ടോയും അപ്പോൾ ഓരോന്നോരോന്നായി ഇടുക കേട്ടോ. ഫുള്ളായിട്ടൊന്നും ഇടൂല, അവൻ്റെ മൈൻഡ് മാറണ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇടൂല കേട്ടോ. കണ്ടില്ലേ അവിടെ ബാക്കി ഇട്ട് വെച്ചിരിക്കുക. ഇടാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഇരിക്കുന്ന ഇരിപ്പാ. ഞാൻ എൻ്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കയ്യിൽ. അത് മേടിച്ചിട്ട് പുറത്ത് പോകാൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആൾ ഓടിപ്പോയി ഓൾഡ് ഷൂ എടുത്തിട്ട് വരിക പുറത്ത് പോകാന്ന് പറഞ്ഞിട്ട്. ആൾക്ക് പിന്നെ പുറത്ത് പോകണതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. ആളിങ്ങനെ ചുമ്മാ നടക്കുക തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പുറത്ത് പോയിട്ട്. ശരി എന്നാ വെച്ച് ഞാൻ അവിടെ ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമറ കണ്ടപ്പോൾ ആൾ ടാറ്റാ പറയുക കേട്ടോ. ഷൂ ഇട്ട് തന്നെ ബൈ ബൈ പറയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. നമ്മൾ പറയാതെ തന്നെ അങ്ങ് ബൈ ബൈ പറഞ്ഞോളും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ബൈ ബൈ പറയാൻ പറഞ്ഞാൽ പറയത്തേ ഇല്ല. നമ്മുടെ മൂത്ത് നോക്കിക്കൊണ്ടിരിക്കും, പറയത്തേ ഇല്ല. പിന്നെ ഞങ്ങളല്ലോ വാതിലൊക്കെ ലോക്ക് ചെയ്ത് അങ്ങ് നടക്കുക കേട്ടോ പുറത്ത്. കുറേ ദൂരം ഋഷൂട്ടൻ ഒറ്റയ്ക്ക് നടന്നു. പിന്നെ ആളുടെ സ്വഭാവം അറിയാലോ. ആൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. ആളങ്ങനെ ക്ഷീണിതനായി ഒരു സൈഡ് അങ്ങ് ഇരുത്തിയിരിക്കുക. ടയേർഡ് മാറാനേ, ക്ഷീണം മാറിയിട്ട് വേണം നമുക്ക് റൂമിലോട്ട് നടത്താൻ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുത്തിയപ്പോൾ അവിടെ കുറച്ച് വണ്ടികളും അതുപോലെ കുറേ കുട്ടികൾ കളിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നേരെ റൂമിലേക്ക് വന്നേ. റൂമിൽ വന്നിട്ട് ആളെന്നെ ആളുടെ ഷൂ കൊണ്ട് വിൽക്കുക കേട്ടോ. അപ്പം ഞാൻ പോയി ചൂലെടുത്തിട്ട് വാ, അവിടെ അടിച്ചുവിടാൻ ചൂലെടുത്തിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ആളെ കാണാതായപ്പോൾ ശരി എന്നാൽ പിന്നെ ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാട്ടോ ആളുടെ പാദസര സൗണ്ട് കേട്ടെ. നോക്കുമ്പോൾ ഇതാ വരുന്നു. അവിടെ നിന്ന് തൂത്ത് കൊണ്ട്